ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസം തുടങ്ങുന്നതും പൂജാവിധികളും ഈ വീഡിയോയിൽ വിശദമായി എന്റെ കൂട്ടുകാർക്ക് പറഞ്ഞുതരാം. എല്ലാ പ്രിയപ്പെട്ടവരും ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാവിധി പൂജകൾ ചെയ്യുക. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. കൂടാതെ നിത്യേന 3 അലങ്കാരങ്ങളും 2 അഭിഷേകങ്ങളും പതിവുണ്ട്. പുലർച്ചെ 2 മണിക്കാണ് ഗുരുവായൂരിൽ ഒരു ദിവസം തുടങ്ങുന്നത്. ഭഗവാന്റെ പൂജകൾക്ക് അതിപ്രാധാന്യം ഉണ്ട്. പുലർച്ചെ 2 മണിക്കാണ് മേൽശാന്തിയും സഹായികളും എഴുന്നേറ്റ് ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തെ രുദ്രതീർത്ഥക്കുളത്തിൽ കുളിക്കാൻ പുറപ്പെടുന്നത്. അതിനുശേഷം വടക്കേ വാതിലിലൂടെ കടക്കുന്ന മേൽശാന്തി അകത്തുകേറി വിളക്കുകൾ കൊളുത്താൻ തുടങ്ങും. അതിനുശേഷം 2:30 ഭഗവാനെ 7 തവണയുള്ള ശംഖനാദത്തോടെയും തവിൽ, നാദസ്വരം തുടങ്ങിയ വാദ്യോപകരണങ്ങളോടെയും പള്ളിയുണർത്തുന്നു. ഇതിനുശേഷം 3 മണിക്ക് നട തുറക്കുന്നു. തുടർന്ന് 20 മിനിറ്റ് നിർമ്മാല്യദർശനമാണ് ഭക്തർ ഏറ്റവും കൂടുതൽ കാണുന്ന സമയം. നിർമ്മാല്യദർശനം കഴിഞ്ഞാൽ അഭിഷേക ചടങ്ങുകൾ തുടങ്ങുകയായി. ആദ്യം എള്ളെണ്ണ കൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്നു. തുടർന്നാണ് പ്രസിദ്ധമായ വാകചാർത്ത്. നെന്മേനിവാകയുടെ പൊടി ഉപയോഗിച്ച് ഭഗവദ്വിഗ്രഹത്തിൽ നടത്തുന്ന അഭിഷേകമാണ് വാകചാർത്ത് എന്നറിയപ്പെടുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ചടങ്ങ് നടത്താറുണ്ടെങ്കിലും ഇത് അതിവിശേഷമായി നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് ഗുരുവായൂരാണ്. വാകചാർത്തിനുശേഷം ശംഖാഭിഷേകവും തുടർന്ന് സുവർണകലശത്തിലെ ജലം കൊണ്ടുള്ള അഭിഷേകവും നടത്തുന്നു. പിന്നീട് ബാലഗോപാലരൂപത്തിൽ അലങ്കാരവും തുടർന്ന് മലർ നിവേദ്യവും നടക്കുന്നു. അപ്പോഴേക്കും സമയം 4:15 തുടർന്ന് നടയടച്ച് ഉഷീപൂജ നടത്തുന്നു. ധാരാളം ശർക്കര ചേർത്തുണ്ടാക്കിയ നെയ്പായസം, വെണ്ണ, കദളിപ്പഴം, പഞ്ചസാര, വെള്ളനിവേദ്യം എന്നിവയാണ്. 4:30 ഉഷീപൂജ കഴിയുന്നു. തുടർന്ന് 5:45 വരെ ദർശനസമയമാണ്. 5:45 എതിരേറ്റു പൂജ തുടങ്ങുന്നു. സൂര്യകിരണങ്ങളെ എതിരേറ്റുകൊണ്ടുള്ള പൂജയായതുകൊണ്ടാണ് ഇതിന് എതിരേറ്റുപൂജ എന്ന് പറയുന്നത്. ഭഗവാന്റെ പൂജകൾ എല്ലാം വളരെ പ്രത്യേകത ഉള്ളതാണ്. ഈ സമയത്ത് ക്ഷേത്രം വാതിൽമാടത്തിൽ പ്രത്യേകമായി അലങ്കരിച്ച സ്ഥലത്ത് ഗണപതിഹോമം തുടങ്ങുന്നു. ഗണപതിഹോമത്തിലെ അഗ്നികുണ്ഡത്തിൽ നിന്നാണ് പണ്ട് തിടപ്പള്ളിയിൽ തീ പിടിപ്പിച്ചിരുന്നത്. തിടപ്പള്ളിയിൽ പാചകം ചെയ്യുന്ന ഭഗവാന്റെ നിവേദ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്. ഈ സമയത്തുതന്നെ ക്ഷേത്രത്തിലെ ഉപദേവതകളായ ഗണപതി, അയ്യപ്പൻ എന്നിവർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാവൽ ദൈവമായ ഇടത്തരികത്തുകാവ് ദുർഗാഭഗവതിക്കും നിവേദ്യം സമർപ്പിക്കുന്നു. യഥാവിധി സമയാസമയങ്ങളിൽ നിവേദ്യപൂജ നടന്നുവരുന്നു. അതാണ് ഭഗവാന്റെ നിയോഗം. ഗണപതിക്കും അയ്യപ്പനും വെള്ളനിവേദ്യമാണ്. കദളിപ്പഴം, പഞ്ചസാര, ത്രിമധുരം എന്നിവ എല്ലാവർക്കും വീതിക്കുന്നു. സൂര്യോദയത്തിനുശേഷം രാവിലെ 7 മണിയോടെ എതിരേറ്റുപൂജ സമാപിക്കുന്നു. തുടർന്ന് 20 മിനിറ്റ് നേരം ദർശനം. ഭക്തരും ഭഗവാനും ഒരുമിച്ചുള്ള നിമിഷം. 7:20 മണിന് ഉഷീശീവേലി ആരംഭിക്കുന്നു. തന്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്നതാണ് ശീവേലിയുടെ സങ്കല്പം. ശ്രീബലി എന്ന സംസ്കൃതപദമാണ് ശീവേലിയായി പരിണമിച്ചത്. ഭഗവാനും ഭൂതഗണങ്ങളും സന്തോഷത്തോടെ ഒത്തുചേരുന്ന സമയമാണത്. ജലഗന്ധപുഷ്പങ്ങളുമായി മേൽശാന്തിയും ഹവിസിന്റെ പാലികയിൽ നിവേദ്യവും ശീവേലി വിഗ്രഹവുമായി കീഴ്ശാന്തിയും ശ്രീകോവിലിന് പുറത്തിറങ്ങുന്നു. തുടർന്ന് നാലമ്പലത്തിനകത്തുള്ള ബലിക്കല്ലുകളിൽ ഓരോന്നായി ബലിതൂകുന്നു. ഭക്തജനങ്ങൾ ബലിക്കല്ലിൽ തൊടാനോ ചവിട്ടുവാനോ പാടില്ല. തുടർന്ന് നാലമ്പലത്തിന് പുറത്തെത്തുമ്പോൾ ശീവേലി വിഗ്രഹവുമായി കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു. വിഗ്രഹമേറ്റുന്ന കീഴ്ശാന്തി ശാന്തിയേറ്റ് നമ്പൂതിരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. വാദ്യമേളങ്ങളുടെയും ഭക്തരുടെ നാമജപത്തിനും ഒപ്പം ശീവേലി തുടരുന്നു. നാലമ്പലത്തിനു ചുറ്റും 3 പ്രദക്ഷിണം വയ്ക്കുന്നു. ഈ സമയത്ത് മേൽശാന്തി നാലമ്പലത്തിനു പുറത്തുള്ള ബലിക്കല്ലുകളിലും ബലിതൂകുന്നു. ഒടുവിൽ വലിയ ബലിക്കല്ലിലും ബലിതൂകിയ ശേഷം ശീവേലി വിഗ്രഹവുമായി കീഴ്ശാന്തിയും പിന്നാലെ മേൽശാന്തിയും ശ്രീലകത്ത് കയറുന്നു. ശീവേലി കഴിഞ്ഞാൽ വിഗ്രഹത്തിൽ രുദ്രതീർത്ഥക്കുളത്തിൽ നിന്നെടുക്കുന്ന ജലം കൊണ്ടും പിന്നീട് ഇളനീർ, പാൽ എന്നിവ കൊണ്ടും അഭിഷേകം നടത്തുന്നു. തുടർന്ന് 9 വെള്ളിക്കുടങ്ങളിൽ ജലം നിറച്ച് അവ മന്ത്രപുരസ്സരം പൂജിച്ച ശേഷം വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു.